അതെന്താ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സംഭവം? അവൾ അണിഞ്ഞൊരുങ്ങി പോകുന്നതിന് നാട്ടുകാരെന്താ പറഞ്ഞു? എപ്പൊ നോക്കുമ്പോഴും ഓരോ പണികളാണല്ലോ. തുണികളൊക്കെ ഉണങ്ങിയിട്ട് ഇന്നലെ രാത്രി എടുത്തു വെച്ചതാ. കൈയോടെ മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഇത് ഇവിടെ തന്നെ കിടക്കും. പിന്നെ വേറെ ഓരോരോ പണികളിലാണ്. എപ്പൊ നോക്കിയാലും നിനക്ക് ഇങ്ങനെ ഓരോന്ന് പറയാൻ നേരമല്ലല്ലോ. ഒന്നില്ല അടിച്ചു വാരുക, തുടയ്ക്കുക, പാത്രം കഴുകുക, അതും അല്ലെങ്കിൽ ചെടികൾ പുറകെ അങ്ങോട്ട് പോകും. നീ ഒരു സെക്കൻഡ് പോലും ഫ്രീ ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാനേ ഇഷ്ടമല്ല. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ കോളേജൊക്കെ കഴിഞ്ഞ് വന്നാൽ നേരെ ട്യൂഷൻ എടുക്കാൻ പോകും. വെറുതെ ഇരിക്കണ്ടല്ലോ, പിന്നെ ഒരു പോക്കറ്റ് മണിയായി. അല്ലെങ്കിൽ വെറുതെ ഇരിക്കും നമ്മൾ ഓരോന്നൊക്കെ ചിന്തിച്ചു കൂട്ടും, വെറുതെ ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എവിടെയും പോണമെന്നില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. ആ, അതും ശരിയാ. ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് ഓരോ വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരും. കല്യാണം കഴിഞ്ഞ സമയത്തെ ഇയാൾ എനിക്ക് ജോലിക്ക് വിടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഓരോ സാഹചര്യം അങ്ങനെ പോയില്ലേ, എൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വിട്ടുപോയി. ഇനിയിപ്പോ ജോലിക്ക് പോകണമെങ്കിലേ പോയി തുടങ്ങിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോയിക്കോന്നോ? അല്ല, ജോലിക്ക് പോകുന്നൊക്കെ നല്ല തന്നെയാണ്. അല്ലാണ്ട് എത്ര കാലം വെച്ചാൽ ഈ അടുക്കള പണിയും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്ത് ജോലിക്ക് പോവും? ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതുപോലെ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഒരു ഡിഗ്രി കഴിഞ്ഞില്ലേ, അത് വെച്ചിട്ട് എന്തിനേലും നോക്കിക്കൂടെ? നോക്ക്, നമ്മുടെ ആ പ്രിയ, അവൾ എന്തോ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് 6 മാസം കണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാന്ന് ആ കോഴ്സ് ചെയ്തോണ്ട്. നീ വേണമെങ്കിൽ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. ആ, അതെനിക്കറിയാം. പക്ഷെ അവർക്ക് നല്ല ഫീസായിട്ടുണ്ട്. ഫീസിന്റെ കാര്യം ഒന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഞാനല്ലേ നിന്നെ പഠിപ്പിക്കുന്നത്. ഹലോ. അതെ അമ്മേ, നാളെ പോകുന്നേ. ആ, 9 മണിക്ക് അവിടെ എത്തണം. ഇവിടുന്ന് 8:15 ഇറങ്ങേണ്ടി വരും. പിന്നെ 6 മണിക്ക് വീടെത്താം. എല്ലാ പണികളും ചെയ്ത് വെച്ചിട്ട് പോവാ. ഞാൻ വിചാരിക്കുക, എത്ര പെട്ടെന്നാ കോഴ്സ് കഴിഞ്ഞത്. ഇത് കുറച്ച് നേരത്തെ ആകായിരുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞതുകൊണ്ട്. ശരിയാ, എല്ലാം നല്ലതെന്ന് വിചാരിക്കാം. ആ, ഇനി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. ഇത്ര ദിവസം വീട്ടിൽ തന്നെ ഇരുന്നോണ്ടേ അങ്ങനെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. ഞാൻ അവിടെ പോയി നോക്കട്ടെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ വരുന്നൊക്കെ. ആ ആ വരുന്ന ഏട്ടാ. എന്നാ ശരിയമ്മ, ഏട്ടൻ വിളിക്കുന്നുണ്ട്. നിനക്കേ ഞാൻ 2 സാരി വാങ്ങിയിട്ടുണ്ട്. നീയല്ലേ പറഞ്ഞേ ഓഫീസ് പോകുമ്പോഴാ നല്ല ഡ്രസ്സൊന്നും ഇല്ലാന്ന്. വന്ന് നോക്ക്. സാരിയാ വാങ്ങിയേ? ഞാൻ വിചാരിച്ചു നാളെ ജോലി കഴിഞ്ഞ് വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാന്ന്. എന്തായാലും നോക്കട്ടെ. എടോ, നിനക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിയ ശീലമൊന്നും ഇല്ലല്ലോ. കുറെ ആയല്ലേ വീട്ടിൽ തന്നെ. പിന്നെ ജോലിയും കഴിഞ്ഞ് നേരെ വീട്ടിലേക്കല്ലേ വരാൻ നോക്കുക. ഈ ഓരോ കടകളൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇത് വാങ്ങി സമയം കളയാനാ? അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പോയി വാങ്ങാൻ. ആദ്യമൊക്കെ പോവാറുണ്ടായിരുന്നു. നോക്കാം. ഇങ്ങനത്തെ സാരിയൊക്കെ ഇപ്പൊ ആരെങ്കിലും ഉടുക്കോ നോക്കല്ലേ. അതിനിപ്പോ എന്താ കുഴപ്പമില്ലേ? ഉം ഓഫീസിലേക്കല്ലേ, അതൊക്കെ പോരെ. ഞാൻ നോക്കട്ടെ പഴയ ബ്ലൗസ് ഏതെങ്കിലും ഇതിന് ഉണ്ടോന്ന്. മാച്ചുള്ള തന്നെ ഇടണ്ടേ. ഈ ഷെയ്ഡ് ചേരുന്നുണ്ടോ ലിപ്സ്റ്റിക്കിന്? ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇതൊന്നും നോക്കാൻ വേണ്ടിയിട്ട്. ആ, ചേർന്നൊക്കെ ഉണ്ട്. നീ കുറച്ച് അത്യാവശ്യം അണിഞ്ഞൊരുങ്ങി പോകുന്നൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം. ഇതിപ്പോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും അല്ല. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ലേഡീസിന് ഒരു വീക്ക്നെസ് ആണല്ലോ. ഞാൻ കുറെ കാലമായില്ലേ ഇതൊന്നും ചെയ്യാണ്ട്. അവിടെ എന്തൊക്കെ ചെയ്തിട്ടാന്നറിയോ ഓരോരുത്തർ വരുന്നേ. എല്ലാവരും മാസം മാസം ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഞാൻ പറഞ്ഞു ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ, ഒരു 5-6 മാസം വർക്കൊക്കെ ചെയ്ത് ശമ്പളമൊക്കെ കിട്ടട്ടെ. ഇതിപ്പോ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേനും മുഖം നന്നാക്കലും മുടി നന്നാക്കലും ഒക്കെ ആയിട്ടേ ലാസ്റ്റ് ഭംഗിയൊക്കെ കൂടുമ്പോ ഹസ്ബൻഡ് പോരാൻ തോന്നി തുടങ്ങോ? പക്ഷെ എന്തൊക്കെയാ പറയുന്നത്? എന്നെ പോലത്തെ ഒരുപാട് സ്ത്രീകൾ തന്നെ അവിടെ ജോലിക്ക് വരുന്നത്. അവരെല്ലാവരും എന്നോട് പറയാറില്ല നീ എന്താ ഇങ്ങനെ നാടനായിട്ട് നടക്കുന്നത്, ഞങ്ങളെ പോലെയൊക്കെ നടന്നൂടെ. അവരൊക്കെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വരുന്നവരാ, വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട്. അല്ല, നീ ഇതിപ്പോ സാരി എടുക്കാത്ത? പ്രായം കുറഞ്ഞു തോന്നിക്കാൻ വേണ്ടിട്ടാ? പ്രായം കുറഞ്ഞു തോന്നിക്കാൻ വേണ്ടിട്ടോ? അതിന്റെ ആവശ്യം എന്താ? അന്ന് തന്നെ ഏട്ടൻ 2 സാരി എടുത്ത് തന്നില്ലേ. ഞാൻ ഏട്ടന് വിഷമം ഉണ്ടാന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ദിവസം അതെടുത്ത് പോയത്. നല്ല റിസ്കാ ബസ്സിൽ സാരിയൊക്കെ കൊടുത്തിട്ട് പോവാൻ. ചുരിദാറാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ.
പിന്നെ ഞാൻ ഒന്ന് കുറച്ച് വൈകി കേട്ടാ. രഞ്ജനിന്റെ എൻഗേജ്മെന്റ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോണം. പിന്നെ വരുന്ന വഴിക്ക് ഫ്രണ്ട്സ് പറഞ്ഞു ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോവാന്ന്. ഇന്നലെ ശമ്പളം കിട്ടിയതാണല്ലോ. അവരങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിങ്ങിനും അതിനൊക്കെ പോകും. നല്ല രസാട്ടോ. അപ്പൊ വന്ന് വന്ന് നമുക്ക് കുടുംബത്തിൽ വിലയിലുണ്ടാവാണ്. അവളുടെ മേക്കപ്പ്, അവളുടെ ഷോപ്പിംഗ്, അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള കറക്കം. പിന്നെ ഞാനെന്തിനുണ്ട്? അശോട്ടാ, ഇതൊക്കെ ഓക്കെ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഞാനും എന്റെ മരുമോനും കൂടി നിങ്ങളെ ഭാര്യ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോയിരുന്നിട്ടോ. കണ്ടിണ്ടായിരുന്നു അല്ലേ? കുറച്ച് മാസമായി ജോലി ഇട്ടിട്ട്. പരിചയമുള്ള ആളായത് കൊണ്ടേ കുറെ പേപ്പറൊക്കെ ശരിയാക്കാനില്ലേ ഇനിയോ, അതൊക്കെ പെട്ടെന്ന് ശരിയാക്കി തന്നിട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായി, മരുമോന് പെണ്ണൊക്കെ നോക്കണ്ടായി. അവരെ നല്ല കുട്ടികളെ പറയണേ. ശരി എന്നാ, ഞാൻ ഇറങ്ങട്ടെ. ആ ഓക്കെ, എന്തേ പറയാ. ആ കുറിന്റെ പൈസയൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ സുനിലേ. ഭാര്യയൊക്കെ ജോലി കിട്ടിയില്ലേ? അവക്ക് ജോലി കിട്ടിയിട്ട് 3-4 മാസമായി. അതിന് മുമ്പ് ഞാൻ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നല്ലോ. ആ, അടയ്ക്കലൊക്കെ ഉണ്ട്. അത് ഞാൻ 5-8 പ്രാവശ്യം വിളിച്ചാല്, അല്ലെങ്കിൽ എപ്പോഴും സമയത്തിന് അടയ്ക്കല്. പിന്നെ പുതിയൊരു കുറി പറഞ്ഞില്ലേ 20,000-ന്റെ, അത് തുടങ്ങുകയാണ് അടുത്ത ആഴ്ച. ചേട്ടന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല വഞ്ചേച്ചി, ചേരാൻ വേണ്ടി തന്നെ പറഞ്ഞതാ. പിന്നെ ഇപ്രാവശ്യം എന്റെ പേരിൽ ഒരു കുറി ഇട്ടോ. പിന്നെ അടുത്ത വർഷം നോക്കട്ടെ, 2-3 എണ്ണത്തിലോ ചേരാൻ പറ്റുമെന്ന്. ഓ, പറ്റുമല്ലോ. ഇപ്പൊ നിന്നെക്കാളും കൂടുതൽ ശമ്പളം നിന്റെ ഭാര്യ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2 കുറിയോ 3 കുറിയോ 4 കുറിയോ ഒക്കെ ചേരാലോ. ആ, പിന്നെ ഇപ്പൊ കുറിയൊക്കെ തുടങ്ങാൻ പോവല്ലേ, വലിയ വലിയ ആൾക്കാരൊക്കെ ആയില്ലേ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു 50,000 തരുമോ? നിന്റെ അടുത്ത് ഉണ്ടാവില്ല എന്നറിയാം, നിന്റെ ഭാര്യന്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. ഞാൻ അവളോട് ചോദിക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, നീ വാങ്ങിച്ചു തന്നാ മതി. മോനെ, ഇപ്പൊ നാട്ടില് മുഴുവൻ അവളെ കുറിച്ച് നല്ല മതിപ്പാ. വെറുതെ വീട്ടിൽ ഒതുങ്ങിയിരുന്ന പെണ്ണല്ലേ, ഇപ്പൊ അവളെ പഠിപ്പിച്ചപ്പോ നല്ലൊരു ജോലിയാക്കി കൊടുത്തില്ലേ. അതിനും വേണം ഒരു യോഗം. ഭാര്യമാര് ജോലിക്ക് പോയിട്ട് ഭർത്താക്കന്മാർക്ക് ഇരുന്ന് സുഖിക്കേ. ശരി കേട്ടോ മോനെ, എന്നാ പൈസന്റെ കാര്യേ പറയാൻ മറക്കല്ലേ, വഞ്ചച്ചിക്ക് വേണേ. അയ്യോ ഏട്ടാ, ശ്രുതിയേച്ചിന്റെ ഫോൺ ഇന്ത്യയിലായിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ എന്ത് പണിയോടെ കാണിച്ചത്? ഇറങ്ങുമ്പോ തിരിച്ചു കൊടുക്കണ്ടേ? വാങ്ങി കയ്യിൽ വെക്കുക. അത് ശ്രുതിയേച്ചിക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം വേണ്ടി തന്നായിരുന്നു. ചേച്ചിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലല്ലോ. ഏട്ടനൊന്ന് കൊടുത്തിട്ട് വരുമോ? എനിക്ക് പിന്നെ തിരിച്ചു കൊടുക്കാനും മറന്നു പോയതാ. കൊടുത്തിട്ട് വരുമോ? എന്ത് കളി കളിക്കുന്നത്? ഇപ്പൊ തന്നെ വായ്പ. മഴയും വരുന്നു. ഇത് ഇങ്ങനെ ഇടാം, അതൊക്കെ കുറച്ചുകൂടി മാച്ച് ആകും. ഈ റെഡ് സൈഡിലിരുന്നോട്ടെ. ഇപ്പൊ കുഴപ്പമില്ല. ഓ, തുടങ്ങി അവൾ ഓരോ സാധനങ്ങൾ എടുത്തിട്ട്. എടി, നീ ആരെ കാണിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് ജോലിക്ക് വന്ന് നിൽക്കുന്നത്? നാട്ടുകാരെ കാണിക്കാനാ? കുറെ നാളെ ഞാൻ ക്ഷമിച്ചോണ്ടിരിക്കുന്നു. എടി, ജോലിക്ക് പോകുന്നതിന് മുമ്പ് നീ അടങ്ങി ഒതുങ്ങി ആളിവിടെ കഴിഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ അവക്ക് മേക്കപ്പ്, അത് ഇത്, വള, മറ്റേത് മറിച്ചത്, ഇതൊക്കെ കെട്ടി ഒരുങ്ങി എങ്ങോട്ടാ നീ പോകുന്നത്? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ടോ? എല്ലാരും അറിയുമോ നീ ജോലിക്ക് പോകുന്നത്? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എല്ലാരും ജോലിക്ക് പോകുന്ന പോലെ തന്നെയല്ല ഞാനും പോകുന്നത്. പിന്നെ വീട്ടിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ പുറത്തു പോകാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാ? നീ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, നീ പോയാൽ മതി, അല്ലെ പോണ്ട. ഇതൊരു മാതിരി മനുഷ്യന്മാരെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഒരു എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ? ആരും നിങ്ങളോട് എന്ത് പറഞ്ഞാ പറയുന്നത് അത് പറയും. ഞാൻ അണിഞ്ഞൊരുങ്ങിയിട്ടാ പോകുന്നത്, അതുകൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളോടൊന്ന് പരാതി പറഞ്ഞു? അതിന് നാട്ടുകാരെന്ത് കുറ്റം പറയാൻ? നീ ഇപ്പൊ അവർക്ക് വലിയ പ്രിയപ്പെട്ടവളാണല്ലോ. എടി, 2 ദിവസം മുമ്പേ ആ അശോകൻ എന്നോട് പറയാ, അയാളും അയാളുടെ അമ്മായിന്റെ മോനും കൂടെ നീ വർക്കുന്ന ഓഫീസിൽ ഒരു ദിവസം പോയി. എന്നിട്ട് ആ ചെക്കൻ അയാളോട് ചോദിക്കുക, ഇതൊരു പുതിയ പെൺകുട്ടി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അവിടെ കല്യാണം കഴിഞ്ഞ് നീ കല്യാണം ആലോചിക്കട്ടെ എന്ന്. അവന് എന്ത് പോകുന്നോ? അവൻ എവിടുന്ന പറഞ്ഞെന്നറിയോ? ആ ടൗണിൽ നിന്ന് അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുക, അവരെ മുന്നിൽ ഇതൊക്കെ ഇളകിക്കൊണ്ടിരിക്കുന്നത്.
എത്ര നാണക്കേടാ എനിക്ക്. അവന്മാരെന്നെ നോക്കി ചിരിക്കുക എന്നിട്ട്. അശോകേട്ടൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു? മൂപ്പർക്ക് അറിയില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന്? വെറുതെ എന്തെങ്കിലുമൊക്കെ പറ. ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താ? ആ ഇപ്പൊ എനിക്കായ കുറ്റം. എടി ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വനജേച്ചിനെ കണ്ടിട്ടായിരുന്നു. അവരോട് ചോദിക്കാൻ 50,000 രൂപ. എന്നിട്ട് പറയാ നീ നിന്റെ ഭാര്യന്റെ കയ്യിൽ നിന്ന് വാങ്ങി തന്നാൽ മതി, നിന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ എന്ന്. എങ്ങനെയുണ്ട്? അല്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. നിന്റെ ഒരുക്കവും പോക്കവും കണ്ടിട്ടുണ്ടെങ്കിലേ ആർക്കും തോന്നും നിനക്ക് ഭയങ്കര ശമ്പളം ഉണ്ട് മാസം മാസം. അതന്നെയാ നിനക്ക് വേണ്ടതെന്ന് എനിക്കറിയാം. എടി ഇപ്പൊ നാട്ടിൽ നിന്റെ ടൈറ്റിൽ എന്താണെന്നറിയോ? ഭർത്താവിനേക്കാളും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഭാര്യ. അതുകൊണ്ടേ ഈ നാട്ടുകാരുടെ മുന്നിൽ എന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടി നീ ഇനി ജോലിക്ക് പോണ്ട. നിങ്ങളെന്താ ഇങ്ങനെ? നിങ്ങൾക്ക് ഇതുവരെ ഈ സംശയത്തിന്റെ രോഗമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പോ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തന്നിട്ടേ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞ് ജോലിക്ക് വേണ പ്രശ്നമെങ്കിൽ ഒരുങ്ങാണ്ട് പോകാം. വീട്ടിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ തന്നെ പുറത്തു പോയിക്കാളാം പോരെ. അതിനുവേണ്ടി എന്റെ ജോലി എന്തിനാ ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നത്? ഈ ജോലി വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആദ്യമൊക്കെ ഉള്ള കുറേനെ അടയ്ക്കാൻ എന്തൊരു പാടായിരുന്നു. ഇപ്പൊ അത് കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റി, പുതിയ തുടങ്ങാൻ പറ്റി. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയല്ലേ ഞാൻ പോകുന്നത്, അല്ലാണ്ട് എല്ലാ പൈസ ഞാൻ എടുത്തു വെക്കുകയാണോ? ആരെ വിളിക്കുന്നുണ്ട്, ചെന്ന് നോക്ക്. ഇനിയിപ്പോ നിന്റെ ഒച്ചപ്പാടും കൂടെ കേട്ട് നാട്ടുകാർ വിചാരിക്കണ്ട നിനക്ക് ശമ്പളം കൂടുതലുണ്ട് നിന്റെ ഭർത്താവ് എടുത്ത് അടിമയാണെന്ന്. ആ സുജിത്ത്, ഞാൻ മറന്നുപോയതാ ഫോൺ. ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട് ചേച്ചി? ഗ്രീഷ്മ ഇപ്പഴാ പറഞ്ഞത്, അവളും മറന്നുപോയതാ. ആ ഞാനും മറന്നുപോയി ഈ കാര്യം. എന്റെ കയ്യിൽ വേറെ ഫോണും ഇല്ലേ വിളിച്ചു തരുന്നത് കൊണ്ട്. കേറുന്നില്ലേ? ഇല്ല പോട്ടെ, ഒരു സ്ഥലത്ത് പോകാം. ശരി ശരിയാ. ശരി. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് പുതിയ ബന്ധങ്ങളൊക്കെ ആയി തുടങ്ങിയല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതെന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡാ. ഞങ്ങൾ ഒരുമിച്ചല്ലേ കാറിൽ വന്ന്, ഞാൻ പറഞ്ഞതല്ലേ. മതി, നാളെ മുതലേ ജോലിക്ക് പോണ്ട. എന്നിട്ട് ഈ കാര്യം പറയാൻ വേണ്ടിയാണോ തിരക്കിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? നിനക്ക് പറഞ്ഞാ പോരെ? അതിന് ഞാൻ പറഞ്ഞ അവള് കേക്കണ്ടേ? വെറുതെ ഇരുന്നതിനെ പിടിച്ചിട്ട് പഠിച്ചോന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ജോലിക്കും വിട്ടു. അതാ ഞാൻ ചെയ്ത് തെറ്റ്. ഇത് വേണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ജോലിക്ക് വേണ്ടെന്ന് പറയുമ്പോഴേ പോയേ പറ്റൂന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക അവള്. അതെന്താ അങ്ങനെ? അവൻ നിന്നോട് ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് പോവാതിരുന്നാ പോരെ? പിന്നെ ഞാൻ ജോലിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞിട്ട് എന്തിനെങ്ങനെ വാശിയും പിടിച്ചു നിൽക്കുന്നത്? അമ്മേ, ഞാൻ ജോലിക്ക് പോയതിനു ശേഷം ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഏട്ടൻ പറയാം നീ ജോലിക്ക് പോകണ്ടാണ്. ആയിക്കോട്ടെ, ഞാൻ പോവാതിരിക്കാം. പക്ഷെ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടോ? ആ കാരണം ഉണ്ടെങ്കിൽ അത് ഏട്ടനോട് പറയാൻ പറയും. അവള് പറഞ്ഞതിലും കാര്യമില്ലേ? ഇപ്പൊ എന്ത് നീ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാലും പഠിച്ചത് അവളല്ലേ. എന്തെങ്കിലും കഴിവില്ലാണ്ട് അവൾക്ക് ആ ജോലി കിട്ടൂലല്ലോ. അപ്പൊ പിന്നെ ഒരു സുപ്രഭാതത്തിൽ വേണ്ടാന്ന് വെക്കുമ്പോഴേ കാരണം പറയണ്ടേ? അല്ല, എന്താ കാരണം? കാരണൊക്കെ ഉണ്ട്. എന്ന് ഇവിടുന്ന് നമ്മൾ അണിഞ്ഞൊരുങ്ങിയാ പോകുന്നത്. നാട്ടുകാർക്ക് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? എന്താ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സംഭവം? അവൾ അണിഞ്ഞൊരുങ്ങി പോകുന്നതിന് നാട്ടുകാരെന്താ പറഞ്ഞു? നാട്ടുകാർ പലതും പറയുന്നുണ്ട്. ഞങ്ങളിവിടെ കുറി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ എന്താ ചെയ്യുന്ന അറിയോ? നേരിട്ടൊന്ന് ഇവളോടാ പൈസ ചോദിക്കുന്നത്. എന്നിട്ട് പറയാ എനിക്ക് അടയ്ക്കാൻ ഗതിയില്ലാത്തതുകൊണ്ടാണ് അവളുടെ നിന്ന് വാങ്ങുന്നത്. ഭർത്താവിനേക്കാളും ശമ്പളം ഭാര്യയ്ക്കല്ലേ, അതുകൊണ്ട് അവളോട് ചോദിച്ചാലേ പൈസ ഇട്ടുള്ളൂ. അത് മാത്രമല്ലല്ലോ നാട്ടുകാർ പറഞ്ഞു. എനിക്ക് കുറെ കല്യാണ ആലോചനയൊക്കെ വരുന്നുണ്ട് അത്രേ. അതുകൂടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഇന്നലെ ഞാൻ അശോകേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. മൂപ്പർ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാളുടെ മരുമോനെ ഒരു പെണ്ണ് നോക്കണം, അതിനാണ് വളച്ചൊടിച്ച് ഇവിടെ വന്നിട്ട് വേണ്ടാത്തൊക്കെ പറഞ്ഞേ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായോ? ആഹാ, ഇവിടെ ഇപ്പൊ കല്യാണാലോചനയൊക്കെ നടന്നോ? ഞാൻ എന്തായാലും ജോലി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് ജോലി ഇല്ലാത്ത സമയത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്റെ കാര്യങ്ങൾ നോക്കി മിണ്ടാതിരിക്കായിരുന്നല്ലോ. ഇപ്പൊ ജോലിയൊക്കെ കിട്ടി, ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നല് വന്നപ്പോ മൂപ്പർക്ക് ഭയങ്കര കോംപ്ലക്സ് ആയി. ഒരുമാതിരി ഇൻസെക്യൂരിറ്റി. ആ ഫീലിംഗ് വെച്ചിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണല്ലോ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവുക. ഇനി ഏട്ടനല്ല ആര് വന്ന് പറഞ്ഞാലും ഞാൻ ജോലി വിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുമ്പേ ജോലിക്ക് പോയി തുടങ്ങണമായിരുന്നു. ഇത്രയും കാലം പോകാതിരുന്ന എനിക്ക് പറ്റി തെറ്റ്. നിനക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലേ കഷ്ടപ്പെട്ട് പണം ഇറക്കി പഠിപ്പിച്ചത് ഞാനാ. അതുകൊണ്ട് കിട്ടിയതാ. അല്ലാണ്ട് നീ വെറുതെ വീട്ടിൽ നിനക്ക് ജോലി കിട്ടുമായിരുന്നു?
അതുകൊണ്ടേ നിന്നോട് ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്തേ അവളെന്തോ കോഴ്സൊക്കെ പഠിക്കാൻ വേണ്ടി നിൽക്കായിരുന്നില്ലേ, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. 1 വർഷം കൂടി എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാം, ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ ജോലിക്ക് വിടാന്ന്. അത് നീ ചെയ്തോ? അതിന്റെ പേരിൽ വേറെ 5-6 വർഷം വെറുതെ പോയില്ലേ? അതിന് ഒരു പരാതി അവള് പറഞ്ഞില്ലല്ലോ. പിന്നെ നീ പറഞ്ഞല്ലോ കുറേ പൈസ ഇറക്കി അവളെ പഠിപ്പിച്ചെന്ന്. അങ്ങനെയാണല്ലോ ഒരു കാര്യം ചെയ്തുകൂടായിരുന്നോ? ആ പൈസ എടുത്ത് നിനക്ക് അങ്ങോട്ട് പഠിച്ചുകൂടായിരുന്നോ? അപ്പൊ പിന്നെ നിനക്ക് അവളെക്കാളും വലിയ ജോലി കിട്ടുമല്ലോ. മോനെ, നീ പഠിപ്പിച്ചെന്നുള്ളത് ശരിയാ, നീ പൈസ കൊടുത്തു എന്നുള്ളതും ശരിയാ. പക്ഷെ പഠിച്ചതേ അവളെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച. അതുകൊണ്ടാണ് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് അവൾക്ക് നല്ലൊരു ജോലി കിട്ടിയത്. അതിൽ അവള് പറഞ്ഞ പോലെ എന്താ ഈ കോംപ്ലക്സോ അതൊന്നും നിനക്ക് തോന്നേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ഭാര്യ, അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നീ പഠിപ്പിച്ചതിന്റെയും പിന്നെയും പലിശ ചേർത്ത് ഇഷ്ടംപോലെ പൈസ അവക്ക് നിനക്ക് തന്നില്ലേ? നീ 2-3 കുറിയൊക്കെ എപ്പോഴാ വെക്കാൻ തുടങ്ങിയേ? അവക്ക് ജോലി കിട്ടിയ ശേഷമല്ലേ. അതിന് നീ ഇല്ലാത്ത കഥകളും അതും ഇതൊക്കെ പറയുമ്പോ എന്താന്നറിയോ, നീ ഒരുമാതിരി അമ്മേന്റെ മുമ്പ് തന്നെ തരം താഴ്ന്നു പോവാണ്. എന്തിനെങ്ങനെ തരം താഴ്ന്നത്? അല്ലെങ്കിൽ ഇമാതിരി സ്വഭാവം കൊണ്ടേ ഇപ്പോഴത്തെ പെൺപിള്ളേർ നിൽക്കുന്നത് നീ വിചാരിക്കണ്ട. അവളങ്ങോട്ട് ഇട്ടേച്ച് അങ്ങോട്ട് പോകും. പിന്നെ നീ പഴയ കഥയും പറഞ്ഞ് പുരാണവും പറഞ്ഞ് നാട്ടുകാർ അത് പറഞ്ഞു നാട്ടുകാർ ഇത് പറഞ്ഞു പറഞ്ഞിട്ടേ അട്ടത്ത് നോക്കി ഇരിക്കേണ്ടി വരും. പറ്റുമോ നിനക്ക്? അല്ലേ പിന്നെ നീ ഒരു കാര്യം ചെയ്തോ, നാട്ടിൽ ഒരുപാട് ചെക്കന്മാര് നല്ലൊരു പെൺകുട്ടിനെ കിട്ടാണ്ട് നിൽക്കുന്നുണ്ട്. നിനക്കാണെങ്കിൽ നല്ല ജോലിയുണ്ട്, ഇപ്പൊ അത്യാവശ്യം വിദ്യാഭ്യാസവും ഇല്ലേ, കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരു ആലോചന വരികയാണെങ്കിലേ നീ പറഞ്ഞു നമുക്കത് നോക്കാം. അമ്മായിമ്മയാണെന്ന് വിചാരിക്കൊന്നും വേണ്ട, സത്യത്തിന്റെ ഭാഗത്തെ ഞാൻ നിൽക്കും. നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം, അല്ലടാ? എന്നാ അവള് പോയിക്കോട്ടെ വീട്ടിലേക്ക്. അല്ലെങ്കിൽ നിന്റെ ഇമാതിരി സ്വഭാവത്തിനെ ഒരു പെണ്ണും കൂടെ നിൽക്കില്ല. നീ അവൾ അണിഞ്ഞൊരുങ്ങി പോകുന്നു പറഞ്ഞല്ലോ, നീയും രാവിലെ പാന്റും ഷർട്ടും ഒക്കെ അയൺ ചെയ്ത് ഭയങ്കര സുന്ദര കുട്ടപ്പനായിട്ടല്ലേ പോവുക. അത് അവള് പറഞ്ഞാലോ നീ ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ പോവാണോ, നാട്ടുകാർ പലതും പറയുന്നുണ്ടെന്ന്. എടാ, കുടുംബ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനമാണ് വേണ്ടത്. ഒരുമാതിരി കോംപ്ലക്സും ഇമാതിരി സ്വഭാവം കൊണ്ട് നടക്കല്ലേ. നാട്ടുകാരെ വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഭർത്താവിനെക്കാളും കൂടുതൽ ശമ്പളം ഭാര്യ വാങ്ങുന്നുണ്ടെന്ന് പറയുമ്പോഴേ അതിൽ അഭിമാനിക്കാ വേണ്ടത്. അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും തലയും കുഞ്ചു വരികയല്ല വേണ്ടത്. ഈ പറയുന്നവർക്കൊക്കെ ആയിരിക്കണം ഇങ്ങനെ ഒരു മരുമോളെയോ ഭാര്യയോ കിട്ടിയിട്ടുണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവരിങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവും സന്തോഷം കൊണ്ട്. നീ ഇങ്ങനെ ഒരു മണുഗുണാച്ചനായി പോയല്ലോടാ. ഇവന്റെ വാക്ക് കേട്ടിട്ടേ നീ ജോലി കളയാൻ നിൽക്കൊന്നും വേണ്ട. അല്ല, ജോലി സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. കുറെ കാലായില്ലേ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലെ അടുക്കള പണിയും 4 ചുമരുകളുടെ ഉള്ളിലുള്ള കഥകളും മാത്രം കേൾക്കുന്നത്. ഇനി കുറച്ച് പുറം ലോകത്തെ കഥകളൊക്കെ അറിയട്ടെ. വാ വാമേ.